ഹലോ! എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ ഞാൻ നേരെ 2 ദോശയും ചുട്ട് ആദ്യക്കുട്ടന് കൊണ്ട് കൊടുക്കാൻ പോവാണേ ആദ്യം തന്നെ. കാരണം രാത്രി മുഴുവനും അവന് ഭയങ്കര ചുമയായിരുന്നേ. അത് നല്ല കുറുകുറുപ്പോടെയുള്ള ചുമ. അപ്പം രാവിലെ തന്നെ കയ്യോടെ അങ്ങ് നെബുലൈസ് ചെയ്യിപ്പിച്ചേക്കാന്ന് ഓർത്ത്. എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ട് ചെയ്യണമല്ലോ നെബുലൈസ്. അപ്പം നേരെ ഒരു ദോശ ചുട്ട്, ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ മുളകരച്ചതായിരുന്നേ. അതൂടെ കൂട്ടി അവനൊരു ശകലം മുളകും കൂട്ടി അങ്ങ് കൊടുത്തു. പിന്നെ നേരെ ചെന്ന് നെബുലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിരുന്നു. അതിന് ഭയങ്കര മടിയാണ് നെബുലൈസ് ചെയ്യാനിരിക്കാൻ വേണ്ടി. എന്നാലും ഇന്നിപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞിരുത്തി. കാരണം അത്രയ്ക്കും ചുമയായിരുന്നു. ഇപ്പം നമുക്കാണെങ്കിൽ നാട്ടിലും പോകണം, നാളെ പോകേണ്ടതാണ്. അപ്പോൾ ഈ ചുമയും വെച്ച് ഇനിയും ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാനിവിടെ ബലത്തിൽ പിടിച്ചിരുത്തിയതാണ്. ഞാൻ പിന്നെ അവിടെ കളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇപ്രാവശ്യം ഇരുന്ന് എന്തായാലും കുറച്ച് നേരം. ആ ബിൽഡിംഗ് സെറ്റ് പിന്നെ കയ്യിൽ നിന്ന് മാറ്റി വരാം. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നെബുലൈസേഷനൊക്കെ ചെയ്തേ. അങ്ങനെ അവനെ കുറച്ച് നേരം അവിടെ ഇട്ട് നെബുലൈസ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നേ. അരി അടുപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരെ അരി അടുപ്പിട്ടിട്ട് ഞാൻ അങ്ങ് കുളിക്കാൻ പോയി രാവിലെ തന്നെ. അപ്പം അതേ ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ്. എനിക്കാണെങ്കിൽ കുറേ പരിപാടികൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നാളെ നാട്ടിൽ നമ്മൾ പോവുകയാണ്. അപ്പം അതിന് മുന്നിലായിട്ട് കുറേ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അത് ഓർക്കാതെ ഞാൻ കയറി കുളിച്ചു. ഇപ്പം സാരമില്ല. ഇനിയിപ്പോൾ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അത് ജസ്റ്റ് ഇടും, അത് മാത്രമേ ഉള്ളൂ. അതിനെ മൊത്തം അറിയാനുമുണ്ട്, വേറെ കെയറും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ അതെ ഞാൻ എൻ്റെ സിമ്പിൾ സ്കിൻ കെയറും സിമ്പിൾ മേക്കപ്പും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോഴത്തേനും ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തീരെ തീ ഏറ്റവും ലോയിലിട്ടിട്ടായിരുന്നു പോയത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കിടപ്പുണ്ടായിരുന്നു. പിന്നെ നേരെ അതെടുത്ത് റൈസ് കുക്കറിനകത്തോട്ട് വെച്ചു. എന്നിട്ട് പിന്നെ വെള്ളവും കൂടെ കുടിക്കാനുള്ളത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ അതെൻ്റെ ഫ്ലാസ്കിനകത്ത് കുപ്പിക്കകത്തോട്ട് അങ്ങ് ഒഴിച്ചു വെച്ചു. എന്നിട്ട് പിന്നെ പ്യൂരിഫയറിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. എന്നാലും തിളപ്പിക്കും കേട്ടോ. അപ്പം നാളെ കൊണ്ടുപോകാനും വേണം, അതും കൂടെ ഓർത്തിട്ടാണ് ഒരു പാത്രം വെള്ളം കൂടെ അങ്ങ് വെച്ചു. ഇതിപ്പോൾ തികയത്തില്ലായിരിക്കും, ഇന്നിപ്പോൾ നമ്മൾ കുടിച്ച് തീരും. എന്നാലും ഒരു പാത്രം വെള്ളം കൂടെ അങ്ങ് വെച്ചിട്ട് ഞാൻ പിന്നെ കാപ്പി ഇതുവരെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരെ ദോശയുമായിട്ട് ഞാൻ തേണ്ട കഴിക്കാൻ പോയിരുന്നു. എനിക്ക് അത്ര പിടുത്തമില്ല, ദോശയും മുളകും കൂടെ ഒന്നും രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തേങ്ങ ഒക്കെ ഭയങ്കര കുറവായിരുന്നേ. കാരണം നമ്മളെല്ലാ സാധനവും തീർത്ത് കൊണ്ടുവരുമായിരുന്നു. കാരണം ഇനി ഇവിടെ വെച്ചിട്ട് പോയാൽ എല്ലാം ചീത്തയായി പോകും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ പിന്നെ തേങ്ങ ഇച്ചിരി ഉണ്ട്, അതിപ്പം ഒരു മുട്ടക്കറി ഇന്നിപ്പം വെക്കാമെന്ന് ഓർത്തിട്ടിരിക്കുക ചോറിന്. അതുകൊണ്ട് പിന്നെ ചമ്മന്തി അരച്ചില്ല, നേരെ മുളക് അരച്ചു. അതാകുമ്പം ഇവിടെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമാണ് ദോശയ്ക്ക് മുളക് കൂട്ടാൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വന്ന് ഫ്രിഡ്ജിൽ വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്തങ്ങ് വെളിയിൽ വെച്ച് എല്ലാം എടുത്തങ്ങ് കളഞ്ഞ്. അല്ല ഇതെല്ലാം ഇനി അവിടെ ഇരിക്കും. ഇപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ ഓഫ് ആക്കാതെയാണ് പോകുന്നത് നാട്ടിൽ പോകുമ്പം. എത്ര ദിവസം എടുത്തെന്ന് പറഞ്ഞാലും ഫ്രിഡ്ജ് ഓഫ് ആക്കത്തില്ല കേട്ടോ. കാരണം ഒരു പ്രാവശ്യം ഒന്ന് ഓഫ് ആക്കിയിട്ട് പോയി വന്ന് എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്. ഫ്രിഡ്ജിൽ സാധനമൊന്നും ഇല്ലേ പോലും മൊത്തം പൂത്ത് ഒരുമാതിരി ബ്ലാക്ക് കളർ പിടിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഫ്രിഡ്ജ് ഒരു പ്രാവശ്യം പോലും ഓഫ് ആക്കത്തില്ല. ഓഫാക്കത്തില്ലെങ്കിലും അതിനകത്തുള്ള എല്ലാ സാധനവും ഞാനൊന്ന് മാറ്റി ക്ലീൻ ചെയ്യുമായിരുന്നു. കാരണം കുറച്ച് ദിവസം ആയിരുന്നു, അല്ലെങ്കിലും ഞാനൊന്ന് ഫ്രിഡ്ജ് ക്ലീൻ ആക്കണമെന്ന് ഓർത്തുകൊണ്ടിരുന്നു. അപ്പം അത് നടന്നില്ല. അപ്പം ഈ കൂടെ ആകുമ്പോൾ അതും അങ്ങ് ചെയ്യും. അപ്പം ഇതെല്ലാം കൂടെ വേസ്റ്റിലാക്കിയിട്ട് കവറിലാക്കിയിട്ട് താഴെ കൊണ്ടുപോയി ഇന്ന് തന്നെ അങ്ങ് കളയും. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് മറന്നു വെച്ചിട്ട് ഇരുന്നാൽ മതിയല്ലോ, പിന്നെ പുഴു കയറി നാശമാകും. അതും ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുള്ള കേട്ടോ. അങ്ങനെ എൻ്റെ ഫ്രിഡ്ജെല്ലാം നല്ല അടിപൊളിയായിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിലിരിക്കുന്നതൊക്കെ കേടാവാത്ത ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ഇനി പാലും അതുപോലെ ഒരു 2 കുഞ്ഞ് തക്കാളി ശകലം ബീൻസും ഒക്കെ ഉണ്ട്. അതിപ്പം വൈകിട്ടത്തേന് വെക്കാം എന്നോർത്തിട്ടിരിക്കുക. പിന്നെ ഇനി ഉച്ചയ്ക്ക് 2 മുട്ട കറി വെക്കാൻ ഓർത്ത്. 2 മുട്ട ഉണ്ടായിരുന്നുള്ളൂ, കാരണം മേടിക്കാത്തതാണ്. എനിക്കാണെങ്കിൽ മുട്ട കഴിച്ചു പോയിട്ടുണ്ട്, പിമ്പിൾസ് വരും. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഈയിടയ്ക്ക് എല്ലാം കഴിച്ചിട്ട് മുഖത്തെല്ലാം ആയിട്ടുണ്ട്. അപ്പം അനിയത്തിയുടെ കല്യാണമായിരുന്നു. അപ്പം അത് പ്രമാണിച്ച് ഞാൻ ഇനി കുറച്ച് ദിവസത്തെ ഒന്ന് മുട്ടയൊക്കെ കൂട്ടാതെ നോക്കാമെന്ന് ഓർത്തിട്ടിരിക്കുമായിരുന്നേ. അപ്പോൾ പിന്നെ ഇവർക്ക് മാത്രം മതി. അങ്ങനെ അത് നേരെ അടുപ്പയിലോട്ട് ഇട്ടു. പിന്നെ നേരെ വന്ന് ഞാൻ ഹാളെല്ലാം അങ്ങ് വൃത്തിയാക്കുമായിരുന്നു. ആദ്യക്കൂട്ടം
മൊത്തം ബിൽഡിംഗ് സെറ്റ് എല്ലാം നിരത്തിയിട്ടേക്കുവാണ്. അപ്പം അവനോട് ഞാൻ പറഞ്ഞതല്ല, ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ട് പോയില്ലേ നമുക്ക് വരുമ്പോൾ പിന്നെയും ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോകുമ്പം ഫുള്ള് ഒന്ന് തൂത്ത് തുടച്ചെല്ലാം ഇട്ടിട്ട് പോകും. അപ്പം എന്നാലും വരുമ്പോഴത്തേനും അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ച് കിടക്കും. ഇത് എവിടുന്നാ പൊടി വരുന്നതെന്ന് അറിയത്തില്ല. പെരക്കകത്ത് നമ്മൾ അടച്ചിട്ടാലും ആരും ഇല്ലെങ്കിൽ പൊടി വരും. എന്നാലും നമ്മൾ ചെയ്തിട്ടിട്ട് പോവുകയാണെങ്കിൽ അത്രയ്ക്കൊരു സമാധാനമുണ്ടല്ലോ. വരുമ്പോൾ അത്രയും കുറച്ച് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് ഞാൻ ഇനി മുട്ടക്കറി വെക്കാനായിട്ട് ഒന്ന് വറുത്തരച്ച് വെക്കാമെന്ന് ഓർത്തിട്ടാണ്. കുറച്ച് തേങ്ങയും ഉണ്ടായിരുന്നുള്ളൂ. അവിടെ സാധനം എല്ലാം നമ്മൾ തീർക്കുമായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടായിരുന്ന തേങ്ങ ഞാൻ ചിരണ്ടി അങ്ങനെ മുട്ടക്കറി വെക്കാൻ പോവാണ്. എൻ്റെ ഏറ്റവും ഫേവററ്റ് കറികളിൽ ഒന്നാണ് കേട്ടോ ഈ തീയൽ. അതിപ്പോൾ മുട്ട വേണമെന്നില്ല, നമ്മുടെ വെണ്ടയ്ക്കായ്, അതുപോലെ ചീരത്തണ്ട്, ഇതൊക്കെ ഇങ്ങനെ തീയൽ വറുത്തരച്ച കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനിയിപ്പോൾ നേരെ രാത്രിയിലത്തെ കാര്യമാണ് കാണിച്ചത് കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് തുടയ്ക്കാനും ഒക്കെ പോയപ്പോഴത്തേനും ആകെപ്പാടെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങുകയാണ് ചെയ്തത്. കാരണം കിച്ചണെല്ലാം നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഫുഡെല്ലാം കഴിഞ്ഞെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നേരെ ബിരിയാണി കഴിച്ചത്. ബിരിയാണി കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. ബിരിയാണിയും കഴിച്ച് എല്ലാവരും നേരത്തെ തന്നെ കയറി കിടന്നു. കാരണം നാളെ വെളുപ്പിനെ നമ്മൾ പോകും. 4-4:30 ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നാട്ടിലിപ്പം ഇലക്ഷൻ്റെ ഒക്കെ തിരക്കായിരിക്കുമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ട്രാവലിംഗ് ആണ്. അപ്പം ബൈ.